ഞാൻ ഈ സംഗതി പറഞ്ഞത് ആ മിഅ്റാജ് യാത്ര മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു നൽകിയ ഒരു മുഅ്ജിസത്ത് ആയിരുന്നു. ആർക്കാണ് സാധിക്കുക? ഇപ്പൊ ഒറ്റ ചോദ്യം, ആർക്കാണ് സാധിക്കുക ഇങ്ങനെ യാത്ര ചെയ്യാൻ? ഒരു രാത്രി കൊണ്ട് ഇത്രയും 7 ആകാശവും കടന്ന് അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുന്നു, അഭൗതികമായ അദൃശ്യ ദൃഷ്ടാന്തങ്ങളൊക്കെ കണ്ട് തിരിച്ചു വരിക. ആർക്കാണ് സാധിക്കുക? ആർക്കും സാധ്യമല്ല. അസാധ്യമായ ഒരു കാര്യം മനുഷ്യബുദ്ധിയിൽ ആ ഒരു ചിന്ത പോലും കൊണ്ടുവരാൻ സാധ്യമല്ല. പക്ഷേ പ്രവാചകന്മാർക്ക് സാധിക്കുന്നു. അത് പ്രവാചകന്മാർക്ക് അള്ളാഹ് കൊടുക്കുന്ന പ്രത്യേകമായ കഴിവാണ്. അത് പ്രവാചകന്റെ കഴിവല്ല. ഇവിടെ അള്ളാഹ് ഉപയോഗിച്ച പദപ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിമയെ ഞാൻ കൊണ്ടുപോയി. തന്റെ അടിമയെ കൊണ്ടുപോയത് അള്ളാഹുവാണ്, അല്ലാതെ പ്രവാചകന്റെ കഴിവല്ല. പ്രവാചകന്റെ കഴിവായിട്ട് ഖുർആൻ ആ സംഗതി പറയുന്നില്ല. അള്ളാഹു കൊണ്ടുപോയി, എല്ലാം കാണിച്ചു കൊടുത്തു. എന്തിനാണ് പ്രവാചകന്മാർക്ക് അള്ളാഹു ഇപ്രകാരം അദൃശ്യ ലോകത്തിന്റെ ചില യാഥാർത്ഥ്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്? അള്ളാഹു തന്നെ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ഇൽമൽ യഖീൻ, അതുപോലെ ഐനൽ യഖീൻ. ഒരു മനുഷ്യന്റെ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ ദൃഢമായ അറിവ് വേണം. അതാണ് ഐനൽ യഖീൻ അല്ലെങ്കിൽ ഇൽമൽ യഖീൻ. ദൃഢമായ അറിവ്, കണ്ട് ബോധ്യപ്പെടണം, അതൊരു ദൃഢമായ അറിവാണ്. അല്ലെങ്കിൽ മനസ്സിലാക്കി ബോധ്യപ്പെടണം, അതും ഒരു ദൃഢമായ അറിവാണ്. പ്രവാചകന്മാർ നമ്മളോട് അള്ളാഹുവിന്റെ ദീൻ പ്രബോധനം ചെയ്യുന്നവരാണ്. പരലോകത്തെ സംബന്ധിച്ച് പറയുന്നു, തൗഹീദുമായി ബന്ധപ്പെട്ട് പറയുന്നു. ഈ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് ദൃഢമായ ബോധ്യം ആവശ്യമുണ്ട്.